ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ നമ്മളിന്നേ നമ്മുടെ പള്ളാത്തുരുത്തി തന്നെ കേട്ടോ. അത് നമ്മുടെ ഇവിടെ ആയിട്ടൊരു തോടുണ്ട്. ഈ തോട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ തോട്ടിലാണ് വല വെക്കുന്നത്. അപ്പം തോട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ചേറുമീൻ, പിന്നെ കാരി, ചെമ്പല്ലി, വരാൽ, ഇത് 4 ഐറ്റമാണ് കിട്ടുന്നത്. പിന്നെ വാളയൊക്കെ വളരെ റെയറായിട്ടൊക്കെയാണ് തോടുകളിൽ കയറുന്നത്. അപ്പം നമ്മളിത് ഇവിടെ ഒരു തോട്, ആ തോട്ടിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ പുറകിൽ കണ്ടോ തോടെടുത്ത് വെള്ളം ഇട്ടിരിക്കുക. നമ്മളെ ഈ തോട് വഴി പിന്നെ പോവും അത് പോകുമോന്ന് അപ്പനൊരു സംശയം. വെള്ളം അങ്ങ് കാണുന്ന ആ ചവറിനാ വല വെക്കുന്ന കേട്ടല്ല. അങ്ങ് കാണുന്ന നമ്മളെ ഈ ചവറാണ് നോക്കുന്നത് കേട്ടോ. ഇത് നമ്മളിനിയിപ്പോൾ ഉള്ളും വലയില്ല, അവിടെ കൊടുത്ത് തടവല നമ്മളിത് ഇവിടെ ആയിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ ഇതിപ്പോൾ ഇവിടെ നിന്നൊരു വരാലി കഴിപ്പ് കേട്ടെ. ഇത് നമ്മുടെ തടവല, നമ്മുടെ ഉള്ളും വല കൊടുത്തിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അതന്നെ അപ്പോൾ ചാടി വീണ് ചാത്തിയ ഒരു നല്ലൊരു വരാല ഇപ്പം ചാടി നമ്മുടെ തടവലയിൽ പുറമോട്ട് പോയി. അപ്പോൾ നമ്മൾ വല കുത്തിയതേ ഉള്ളൂ കേട്ടോ. ചെറിയ പനിയുടെ ലക്ഷണമുണ്ട്. പൂരിയായി പോയി കിടക്കുന്നത്. പൂരി ചട്ടത്തിലേം പൂരി ചെറുതാണ്. നമ്മുടെ ഉള്ളുമ്പല കണ്ടത് ഇവിടെ വെച്ചേട്ടെ. ഉള്ളുമ്പല നമ്മൾ അവിടുന്ന് പൂരി നമ്മുടെ ഉള്ളുമ്പലയുടെ അടിവല, വെയിറ്റുള്ള വല ഇവിടെയാണ് കുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിങ്ങനെ കിടക്കുക. അപ്പം ചാരി വരാൽ കയറുന്നതിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ചവറിൻ്റെ അകത്ത് വന്ന് കയറി നിൽക്കും. നമ്മുടെ അടിവല ഇപ്പോൾ ഈ വെട്ടിയ പാട് കണ്ട് ഇവിടെ അടിവല നമ്മളിങ്ങനെ കുത്തിയിരിക്കുന്നു. നമ്മളെ വല ഇങ്ങനെ കൊടുക്ക പോലെ ഇങ്ങനെ നടക്കും. അപ്പം ഈ ചവർ, ഇത്രയും ചവർ നമ്മൾ വൃത്തിയാക്കാൻ പോകും. ഇത്രയും ചവർ വെട്ടി പുറമോട്ട് തള്ളി ഒന്ന് വൃത്തിയാക്കുമ്പോൾ ഈ ഭാഗത്തുള്ള മീൻ കുറച്ചൊക്കെ നമ്മൾ കഴിക്കുന്ന തപ്പിയെടുക്കും, കുറച്ച് മീൻ ഇതിൻ്റെ അകത്തും കയറും. അതുകൂടാതെ ഇവിടെ ഇത്രയും കുണ്ടന, അതായത് നമ്മുടെ പൊക്കിളിന് മേള് വരെ കുണ്ടൻ. ഇത് പാടത്തുനിന്ന് വെള്ളം അടിച്ച് കിടക്കുന്ന മോട്ടറാണ്. ഈ മോട്ടറിൽ നിന്ന് വെള്ളം അടിച്ച് കളയുന്നതുകൊണ്ട് ഇവിടുത്തെ കുണ്ടനും അഴുക്കും എല്ലാം കൂടെ കറയും വന്ന് തട്ടുന്ന സ്ഥലം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പൊക്കിളിന് മേല് വരെ കുണ്ടനുണ്ട്. ഒരു കാരി ഉണ്ടെങ്കിൽ ഇത്രയും വരെ താഴെ, ഈ ഹൈറ്റ് വരെ, അതായത് ഒരു 1.25 മീറ്റർ വരെ താഴെ പോകും കാരി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളയാം. നല്ല ദൂരമുണ്ട് കേട്ടോ. ശകലം താമസിച്ച് ഇന്ന് വല വെച്ചപ്പോൾ, കാരണം മോട്ടർ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ തുടങ്ങുവാണ്, ഐശ്വര്യമായിട്ട് തുടങ്ങുക. 2-3 ചേറുമീനും വരാനും കാര്യമൊക്കെ പെറുക്കി കരക്കിടാം നമുക്ക്. നമ്മളെ മലയാള ഒരു പരിപാടി കഴിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പം വള്ളത്തിലേക്ക് കയറിയെന്നാന്ന് വെച്ചാൽ ഇന്ന് വയ്ക്കുക ആറ്റുകൊമ്പൻ്റെ കുഞ്ഞ് കണ്ട. അപ്പോൾ നമ്മുടെ വല വന്ന് കയറിയത് അത് ഈ പുളിവെള്ളം ആയതുകൊണ്ട്, ഞങ്ങളുടെ കലക്കും കട ആയതുകൊണ്ട് അത് മയങ്ങി. ഉണ്ടോ നമ്മളെ ആറ്റുകൊമ്പനാ പോയപ്പോൾ 2 എണ്ണം കുഞ്ഞ് ഈ വല വന്നിട്ട് ആ കുഞ്ഞുങ്ങൾ ചാടുന്നുണ്ട്. ഈ വല വന്നിട്ട് ചാടുന്നുണ്ട്. ഒക്കെ ഓരോ കണ്ടിന്യൂ ആയിട്ട് കിടക്കണ്ടെന്ന് കൊമ്പനാ വരുന്നത്. കൊമ്പൻ നമ്മളെ ഇപ്പം 2ാമത്തെ ഒതുക്കി കേട്ടെ. ഒന്നൊതുക്കി നമ്മൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ 2ാമത്തെ ഒതുക്കി നമ്മൾ ഒതുക്കി ഇവിടെ വെച്ചു. നമ്മളെ ഉള്ളുമലയില്ല ആ കാണല്ല ഉള്ളുമല. ഈ ചവറുകൾ, ഇത്രയും ചവറുകളെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളുമ്പല ഒന്ന് അപ്പുറ സൈഡിലേക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും. നമ്മളിപ്പം വല വെട്ടി അവിടെ കറക്കി കുത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ വല ഇനിയിപ്പോൾ അങ്ങോട്ട് വെക്കാറുണ്ട്.
അവരുടെ കർഷക സംഘം സംസാരിക്കും. അച്ഛാ വെള്ളം ഒഴിച്ചാ അല്ല നെഞ്ചരിച്ചിലുണ്ട്. ചൂടും കൂടെ ചെല്ലാൻ നേരത്ത് കാര്യമൊന്നും പറയുന്നത്. അല്ല ബോസണ്ണ നമ്മള് എപ്പോഴും ഇവിടെ വലവെക്കാൻ വരായിരുന്നു. കടിഞ്ചായ ബോസണ്ണ കടിഞ്ചായ മാത്രമേ ഉള്ളു. നമ്മള് ഈ ചെറുക്കപ്പാടം പറഞ്ഞ കണക്ക് നമ്മുടെ ബോസണ്ണ പഴയ പോലുള്ള സ്നേഹമൊന്നുമില്ല. കടിഞ്ചായ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഒരു കടി പോലും ഈ പഴയ പോലുള്ള സ്നേഹം അല്ല. എന്താ പഴയ പോലുള്ള സ്നേഹമില്ല. ഇല്ല. നമ്മളിങ്ങനെ കറക്കി നമ്മൾ വല കുത്തി കേട്ട. നമ്മളിഞ്ഞിപ്പോ ഈ വല ഇനി അങ്ങോട്ടിപ്പം മരമുണ്ട്. വളർത്തുവരല്ലേ കേട്ടോ. അവൻ അങ്ങനെയുള്ള സാധനത്തിനൊന്നും എടുക്കില്ല. നീ ഇവന്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഇനിയിപ്പല്ലോ അതിന് കറക്കി നമ്മൾ വെച്ച് പണിയാനായിട്ട് പോകും. അപ്പൊ നമ്മള് പണിത ദൂരം എന്തുമാത്രം നോക്കിയാണ്ട അങ്ങ് വരാം. ഇപ്പം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഒറ്റ മറിയണ്ടേ. അതിപ്പം പറഞ്ഞ ചെമ്പല്ലിയ. പക്ഷെ കാര്യം അങ്ങോട്ട് കാണുന്നില്ല. നമ്മളിവിടെ പ്രതീക്ഷിക്കുന്ന തോട്ടിലൊക്കെ പ്രതീക്ഷിക്കുന്ന കാര്യം വരാല് ചേറുമീന. നമ്മളെ വലയെല്ലാം പൊക്കി കേട്ടോ. തപ്പി വലയെല്ലാം പൊക്കി ഇട്ടു. അപ്പം ഇവിടെ ഈ പാടശേഖരത്തിൻ്റെ മോട്ടർ ഓടിക്കാനുണ്ട്. അത് കാരണം നമ്മൾ സ്ഥലം സ്പീഡിലാണ് തപ്പിയ. അപ്പം 1-2 കാര് കയ്യ മുട്ടിയല്ല, വേറെ ഒന്നും കണ്ടില്ല. അപ്പൻ്റെ വല്ല മുട്ടിയതാണ് ഒരു കാര്യം അല്ലേ. അതെ അവിടുന്ന് മോട്ടർ ഓടിക്കുക. അപ്പം മോട്ടർ ഓടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ വല പൊക്കിയില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മോട്ടർ വെള്ളം തള്ളി വരുന്ന അതിലം വഴിയാണ് വെള്ളം തള്ളി വരുന്നത്. അപ്പം നമ്മുടെ ഈ വല ഇങ്ങോട്ട് തള്ളി ഇങ്ങി പോരും. വലയ്ക്കകത്ത് കിടക്കുന്ന ചവർ ഇങ്ങി ഇറങ്ങിപ്പോരും. കണ്ടോ അവിടെ മോട്ടർ നടത്തിയതുള്ളൂ. അവിടെ ഒഴുക്ക് തുടങ്ങിയല്ലോ. നമ്മുടെ ഈ വാർഡിലെ മെമ്പറാണ് നിൽക്കുന്നത് കേട്ടോ. സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഈ പോളവള്ളിൻ്റെ പൈസ വല്ലതും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിത് വാരിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പനാണെ വലക്കകത്ത് ഇറങ്ങി വെട്ടുന്നു. നമ്മൾ വാരി പുറത്തോട്ട് പല മുട്ടുന്നുണ്ടോ? അപ്പ മീൻ കുറവാണ്. നീർക്കോലിയായി കിടന്ന് വെള്ളം ഉണ്ടാക്കണം. പോയത് ഇല്ല ബാവോ. തിരുത്തി തന്നെ പേര് തിരുത്തി. അത് തവള മുറിയാണ്. ഐശ്വര്യമായിട്ട് എടുക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയെ നിൽക്കുക.
സിലോപ്പി കൂരി ഉണ്ടാക്കട്ടെ. അപ്പം നോക്കണം, കൂരി 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 കൂരി. ഒരു വാളച്ചാത്തി. ഈ ടൈപ്പ് നമ്മൾ കുടിച്ച് 2-3 സിലോപ്പിയ ഉണ്ട്. ഒരു 2-3 സിലോപ്പിയ അല്ലാതെ ഒരു വാളച്ചാത്തിയാണ്. വാള പിന്നെ ചട്ടത്തലയും കൂടി ഉണ്ട് കേട്ടോ. അവൻ കണ്ണ് കഴിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ പിടി പോലും കരുതില്ല. സിലോപ്പി സിലോപ്പി കുഞ്ഞ്. കൂരിക്കുഞ്ഞ് രണ്ടാമത്തെ മുറി എടുക്കുന്നു. കരിമീൻ വെള്ളത്തിൽ ഇങ്ങോട്ട് തന്നെ മറിച്ചിട്ടപ്പോൾ അല്ല അടി ആ വയ്യാൻ ആളെക്കുഞ്ഞ് വെട്ടുകൊണ്ട് അടിയിലെങ്ങനെ അതെന്തോ അസുഖമാണ്. വാളച്ചാത്തി എന്തോ അസുഖമായിട്ട്. സിലോപ്പിയോട് കാര്യമില്ലല്ലേ. ഒരു അത് വരാൻ പോന്നു. വല്ലാത്ത മുറിയായി വലിക്കാൻ പോണത്. എന്തോ ഒരു കട്ടിയപ്പോൾ എന്തുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ചെമ്മീനുണ്ടല്ലോ. അത് ചെമ്മീൻ കൊടുക്കരുത്. ചെമ്മീൻ ലാറ്റ ഇവിടെ സ്ഥലം മല കൂടുതൽ. ചെറുമീനാണോ? നാമോ ഇല്ല. വാളച്ചാച്ചി വലയിൽ അടിയിൽ പോയതും കണ്ട് കാരി ഒന്ന് വാളക്കുഞ്ഞുങ്ങളല്ല 2-3 ഞാനിപ്പം കണ്ടത്. കുഞ്ഞുങ്ങൾ ചത്ത് കയറി വന്ന് ആ വരാലാണെങ്കിൽ മയങ്ങിയല്ലോ. ഒന്ന് ഈ വല ഒന്ന് കുടഞ്ഞൊന്ന് ഓടിച്ചിട്ടാണ്. വരാല് ചാടി വർഷം വള്ളത്തെ വന്ന്
പണിതിട്ട് ഒന്നുമില്ല. രണ്ടുപേരും ഇപ്പം ചാടി വള്ളത്തെ വന്നല്ലാതെ ഈ വലയൊന്ന് എടുത്തു മാറ്റിക്കോട്ടെ. എന്താ പോക്കാം കരിമീൻ വെള്ളത്തിൽ. അപ്പോൾ ഇതിൽ ആ മേവല എടുക്കാം. അപ്പം ശരി. കാര്യം ഒന്ന് ഒറ്റ ഉള്ളത് വലിയ ചാർട്ടിക്കുന്നു. കലം ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കാമെങ്കിൽ തന്നെ സിലോപ്പിയുടെയാണ്. അതിൻ്റെ വാല് കണ്ടായിരുന്നു. വരാല് കാര്യമൊക്കെ നല്ല കാര്യമായിരുന്നു അല്ലേ? അപ്പം ചത്തുപോയല്ലേ. കരിമീൻ വെള്ളത്തിൽ നമുക്ക് കൈയിട്ട് വാരാനും പറ്റത്തില്ല. അപ്പം കൂരിക്കുഞ്ഞായതുകൊണ്ട് വരാക്കുഞ്ഞ് കരിമീൻ വെള്ളത്തിൽ കൊമ്പനായിട്ട് അപ്പൂടെ വലയിൽ തന്നെ വന്ന് കയറണേ. സമയത്തൊക്കെ ആറ്റിലും നല്ല തണുപ്പും നല്ല ഒഴുക്കും കലക്കലും എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ തോട്ടിലേക്കൊന്ന് കയറി നോക്കുന്നത്. തോട്ടിൽ കയറി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. നമുക്കല്ല അപ്പം കഴിയുന്നില്ല. ആരൊക്കെ മീൻ പോലും ഇല്ല. വരാലൊരു 2 കിലോ ചത്ത വരാലും കൂട്ടി 2 കിലോ വരാലും ആണല്ലോ. അപ്പം നമ്മൾ പണിയായിട്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ ഓണം അടുക്കുമ്പോൾ ഓണത്തിനോട് അടുക്കുമ്പോൾ നമുക്ക് പണി കുറഞ്ഞു വരും. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെ. എല്ലാ വർഷവും അങ്ങനെ തന്നെ പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഏതാണ്ടും ആ പ്രളയത്തിൻ്റെ ആ സമയത്ത് 2018 പിള്ളേർക്ക് 4-5 ജോഡി ഡ്രസ്സ്, വൈഫിന് 10-12 നൈറ്റ്. അതെല്ലാം ഈ പ്രളയ സമയത്ത് നമ്മൾ ക്യാമ്പിലായിരുന്ന സമയത്ത്. അല്ലാതുള്ള ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്രാടത്തിന് അന്ന് പണിക്ക് പോയിട്ട് അന്ന് പോയി എന്തെങ്കിലും കിട്ടി അന്ന് പോയി നമ്മൾ പിള്ളേർക്ക് ഓണക്കോടി എടുക്കുകയാണ് പാർട്ടി. കാരണം പണിയില്ല. ബാക്കിയുള്ള ദിവസം നമ്മൾ എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട് നമ്മൾ കാര്യമായിട്ട്. ഇത് തന്നെ ഇപ്പം നോക്കി ഏകദേശം ഒരു 10-80 മീറ്റർ മേലെ ദൂരമാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഈ വീതിക്ക് നോക്കി. ഈ വീതി എന്ന് പറയുന്നത് ഒരു 30-35 മീറ്റർ വീതിയുണ്ട്. 30-35 മീറ്റർ വീതി 80 മീറ്റർ നീളത്തോളം ഞങ്ങൾ പണിതാണ്. ഇവിടം വരെ പണിതാണ്. അവിടം വരെ പണിതിട്ട് മീനില്ല. അത് എല്ലാ ഓണവും അങ്ങനെയാണ്. അപ്പം നല്ലൊരു ഓണം എന്ന് പറയുന്ന
നല്ലൊരു ഓണമായിട്ട് ഞാൻ കണ്ടത് ആ 2018 പ്രളയത്തിൽ നടന്നത്. കാരണം നമുക്കെന്തുവാ പിള്ളേർക്കെല്ലാം ഡ്രസ്സ്, ഓണക്കോടി കാര്യങ്ങൾ, എന്തുവാ നമ്മൾ സാധാരണ ഒരു ഓണം പോലെ അല്ലായിരുന്നു, എല്ലാം കൊണ്ടും എല്ലാം. പക്ഷെ അന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, ഒരുപാട് സ്ഥലത്ത് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ പണിയില്ലാതിരുന്ന ഞങ്ങൾക്ക്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞങ്ങൾക്കെന്ന് പറയുന്നത് വേറെ ആരെങ്കിലും എടാ അങ്ങനൊന്നും അല്ലായിരുന്നു അവർ പറഞ്ഞാൽ അവരെ എതിർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ എതിർക്കത്തില്ല കേട്ടോ. ഓണം നല്ലൊരു ഓണം ഞാനും പിള്ളേരും ആസ്വദിച്ചത് 2018 വെള്ളപ്പൊക്കത്തിലാണ്. അപ്പം ഇനി പാലയൊക്കെ കൂടാനുണ്ട്. ഒരു പാലം നമ്മുടെ എല്ലാം അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളിത് ഈ വളവ് തിരിഞ്ഞുകൊണ്ട് നമ്മളെ പള്ളാത്തുരുത്തി പാലോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ആലപ്പുഴ കേട്ടോ, ആലപ്പുഴ. അപ്പോൾ നമുക്ക് മൊത്തവും കിട്ടിയ മീനാണ്. വരാല്, സിലോപ്പി, കരിമീൻ പള്ളത്തി ഒന്നാണ്ട കരിമീൻ പള്ളത്തി ഉണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ആ കടയിലായിരിക്കും കൊടുക്കണം കേട്ടോ. കാരണം ഇത്രമായിട്ട് നമ്മൾ റോഡിൽ കയറി നിന്ന് നമ്മൾ മണിക്കൂറോളം നിൽക്കാൻ വേണം. ഇതിപ്പം 1.5 കിലോ വരാല് കാണിച്ചത്, 1.5 കിലോ 2 കിലോ, പിന്നെ 1 കിലോ പള്ളത്തി, 1 കിലോ സിലോപ്പിയും കാണും. അപ്പോൾ അതേ ഉള്ളൂ. അപ്പം അത് കടയിൽ തന്നെ നമ്മൾ കൊടുക്കുക. വെള്ളം നല്ല ഹൈറ്റാണ്, കല്ലുകെട്ടിനൊപ്പം പോയി വെള്ളം കണ്ട. അതാണ് നമുക്ക് ആറ്റിലും പണിക്ക് പോകാൻ തന്നെ കുഴപ്പം ചെയ്താ കണ്ട. വെള്ളം ഭയങ്കര ഹൈറ്റ്, വെള്ളത്തിന് നല്ല തണുപ്പും കൂട്ടും. ഈ കിഴക്കൻ വെള്ളമായത് കാരണം. ഇതിലോട്ടച്ചായ അച്ചായൻ്റെ കളി. പച്ചമ്പല്ലി അപ്പുറം വെള്ളമുണ്ടോ? അതവിടെ തന്നെ ഉണ്ട് കേട്ടോ.
വരാതിന്റെ ജീവനുകൾ നട്ടാൽ എന്നോട് പറഞ്ഞു ഞാൻ എന്ത് പറയും. അത് രണ്ടായിട്ട് തൂക്കാൻ ഏതാ? രണ്ടായിട്ട് തൂക്കാൻ അച്ഛൻ പറഞ്ഞ കേട്ടോ. ഞാൻ കാര്യം ഇങ്ങോട്ട് തട്ടിയിടും ഇപ്പട്ടാലോട്ട്. തട്ട് നോക്കട്. അച്ഛൻ എന്താ പുറകെ തുറക്കുന്നുണ്ട്. എവിടെ ഇടുന്നത്? ചാടല്ലേ ഇതിനകത്താണോ? മണ്ണാ, അതാ ഒന്ന് മുക്കിയത്. അച്ചായോ അച്ഛാ, ഇപ്പൊ ആരാളിടണ അതിൻ്റെ അകത്ത്? തിലോപ്പി 25 കിലോ 50 കിലോ വന്ന് അച്ഛൻ എടുക്കുക. അച്ഛൻ 50 കിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എടുക്കുക. ഈ ടൈപ്പ് തിലോപ്പിയാണ് ഞങ്ങൾ റോഡെ വിറ്റോണ്ടിരുന്നത്. അല്ലാതെ നല്ല വിലയുള്ള സമയത്ത് അച്ഛന് തരത്തില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് വർത്താനാണ് പറയുന്നത്? ഈ തിലോപ്പി അച്ഛൻ. അപ്പോൾ ഇവിടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഇനി ഓണത്തിനുള്ള മുതൽ നാളെ നോക്കണം, എവിടെയെങ്കിലും പോയി നോക്കണം.